ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ സ്പാരോസ്. ഉണക്ക കൈപ്പയ്ക്കയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ദഹനശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധവുമാണ്. വേനൽക്കാലത്ത് കൈപ്പയ്ക്കയിൽ നിന്ന് ധാരാളം വിളവ് കിട്ടും. ആ സമയം ഇങ്ങനെ ഉണക്കി വയ്ക്കുകയാണെങ്കിൽ മഴ സീസണിൽ നമുക്ക് അത് ഉപയോഗിക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കൈപ്പയ്ക്കയിൽ പെസ്റ്റിസൈഡിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നന്നായി കഴുകിയെടുക്കണം. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ കൈപ്പയ്ക്കയാണ്. അതുകൊണ്ട് കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ശുദ്ധമായ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. കഴുകിയെടുത്ത കൈപ്പയ്ക്ക ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക. കയ്പ്പ് കുറയ്ക്കണമെന്നുള്ളവർക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ കയ്പ്പ് കുറയ്ക്കാവുന്നതാണ്. കയ്പ്പ് പ്രശ്നമില്ലാത്തവർക്ക് പൊടികൾ ഡയറക്റ്റായി തന്നെ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകുപൊടി എന്നിവ ആഡ് ചെയ്യുക. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കഴുകിയെടുത്ത വാഴയിലയിൽ ഓരോ കൈപ്പയ്ക്കയുടെ കഷ്ണങ്ങളും നിരത്തി വയ്ക്കുക. നന്നായി നിരത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ കൈപ്പയ്ക്ക നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കൈപ്പയ്ക്ക കിച്ചടി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് കറികളിൽ ചേർത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.